ഡിഗ്രി പ്രിലിംസ് ഒന്നാം ഘട്ട ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. താഴെ തന്നിരിക്കുന്ന യുദ്ധങ്ങളിൽ ഏതാണ് ശരിയായി ചേരാത്തത് എന്ന് ചോദിച്ചാൽ ഡി ആണ് ശരിയായി ചേരാത്തത്. ബാക്കി 3 ശരിയാണ്. തറയും യുദ്ധം 1791, വാണ്ടിവാഷ് യുദ്ധം 1760, ഒന്നാം പാനിപ്പട്ട് യുദ്ധം എന്ന് പറയുന്നത് 1526. അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്ന കാലഗണന ക്രമം പ്രകാരം എഴുതുകയാണ്. ഫസ്റ്റ് വരുന്നത് ബംഗാൾ വിഭജനം, അത് കഴിഞ്ഞ് ലക്നൗ ഉടമ്പടി, അത് കഴിഞ്ഞ് വരുന്നത് റവലക്റ്റ് ആക്ട്, പിന്നെ പൂനെ ഉടമ്പടി. അടുത്ത ചേരുംപടി ചേർക്കാനാണ്. പട്ടിക 1 പട്ടിക 2 ചേരാൻ 1773 റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുന്നത് വാറൻ ഹേസ്റ്റിംഗ് ആണ്. സബ്സിഡറി അലയൻസ് സിസ്റ്റം എന്ന് പറയുന്നത് വെല്ലസ്ലിയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ് എന്ന് പറയുന്നത് മേയോ ആണ്. ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത് ലിൻഡിത്തുക്കോ ആണ്. വാട്സ ഉടമ്പടി എന്ന് വെച്ചാൽ 1955 നിലവിൽ വന്നത്. അടുത്തതും ചെരുമ്പടി ചേർക്കാനാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി ശ്രീ വിദ്യാഭൂഷണിയാണ്. ശ്രീനാരായണ ഗുരു എന്ന ദൈവദശകം. ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത് അദ്വൈത ചിന്താ പദ്ധതി. KP കറുപ്പൻ എന്ന് പറയുന്നത് ആചാരഭൂഷണ. KP കറുപ്പൻ ആചാരഭൂഷണ. ചട്ടമ്പി സ്വാമിക അദ്വൈത ചിന്താ പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ കൊടുത്ത സംഭവങ്ങളിൽ കാലഗണന ക്രമം ഏതാണ്? ഫസ്റ്റ് വരുന്നത് ആറ്റിങ്ങൽ ലഹളയാണ്. അത് കഴിഞ്ഞ് ശ്രീരംഗപട്ടണം ഉടമ്പടി, വേലുത്തമ്പി ദളവയുടെ രക്തസാക്ഷിത്വം, അവസാനം കുറിച്യ ലഹള. അടുത്ത പട്ടിക 1 പട്ടിക 2 ചേർക്കാനാണ്. തത്വബോധിനി സഭ എന്ന് പറയുന്നത് ദേവേന്ദ്രനാഥ ടാഗോർ. തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ ടാഗോർ. റഹ്മായി മസ്ദായസൻ സഭ എന്ന് പറയുന്നത് നവറോജി ഫാർഡോഞ്ചിയാണ്. ധർമ്മസഭ എന്ന് പറയുന്നത് ധർമ്മസഭ രാധാകാന്ത ദേവ്. സേവാ സദൻ എന്ന് പറയുന്നത് BM മലബാറി. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ ഏതൊക്കെയാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യം ബന്ധപ്പെട്ട ഏതൊക്കെയാണ്? ബോസ്റ്റൺ ടീ പാർട്ടിയും ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസും ആണ്. മുഗൾ ഭരണത്തിൽ ഖാൻ ഇ സമൻ തലവനായത് രാജകൊട്ടാരമാണ്. ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് ആരുടെ ഭരണകാലത്താണ്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. താഴെ കൊടുത്തിരിക്കുന്ന ഏതാണ് റിമോട്ട് സെൻസിങ്ങിന് അത്യാവശ്യം? റിമോട്ട് സെൻസിങ്ങിന് അത്യാവശ്യമായത് ഊർജ്ജ സ്രോതസ്സിൻ്റെ വികിരണം, ഊർജവും ലക്ഷ്യവുമായുള്ള പ്രതിപ്രവർത്തനം, സംരക്ഷണവും സ്വീകരണവും പ്രോസസ്സിങ്ങും, വ്യാഖ്യാനവും വിശകലനവും. ഭൂമിയുടെ അളവെടുക്കലും അതിൻ്റെ പ്രതിപാദനവും പഠിപ്പിക്കുന്ന ശാസ്ത്രശാഖയാണ് ജിയോഡസി എന്ന് പറയുന്നത്. ചേരുംപടി ചേരുന്നവ: ആരവല്ലി നിരകൾ ഡൽഹി മുതൽ അഹമ്മദാബാദ് വരെ, നർമ്മദ താഴ്വരം, റിഫ്ത് താഴ്വരം, ഉപദ്വീപീയ പീഠഭൂമി 1600 കിലോമീറ്റർ, കിഴക്കൻ തീരം, കാവേരി ഡെൽറ്റ. ഇന്ത്യൻ കാലാവസ്ഥയെ ബാധിക്കുന്ന ഉയർന്ന വാതക സഞ്ചലനം അഥവാ സംവിധാനം ഏതാണ്? ജെറ്റ് സ്ട്രീമാണ്. 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ കുട്ടികളുടെ ലിംഗാനുപാതം 964.